ചേച്ചി നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തതാണ്. കർത്താവ് തൊട്ട ആ സൗഖ്യം കേൾക്കാം. എൻ്റെ പേര് റെന്നി, വാടാനപ്പള്ളി ദേശത്താണ് താമസിക്കുന്നത്. ഞാൻ 2021 സെപ്റ്റംബർ 24 എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് അനുഭവപ്പെട്ടു. അപ്പം ഞാനത് ജോലിക്ക് പോകുന്ന ഒരാളാണ്, ബാങ്കിൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാനത് കാര്യമാക്കി എടുത്തില്ല. പിറ്റേ ദിവസം അത് ശ്രദ്ധിച്ച് തൊട്ട് നോക്കിയപ്പോൾ എന്തൊരു മാറ്റമുണ്ട്, പെട്ടെന്ന് വന്നതാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും ആശുപത്രിക്ക് പോയേ പറ്റൂ. അങ്ങനെ സൗകര്യം ഉണ്ടാക്കി നമ്മുടെ അമല ഹോസ്പിറ്റലിലേക്ക് പോയി. വീടിൻ്റെ അടുത്തുള്ള ആളിന് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓൺകോളജി ക്യാൻസറിൻ്റെ വിഭാഗത്തിലേക്ക്. അപ്പോൾ ആൾ പറഞ്ഞു 5 സെൻറ്റിമീറ്ററൊക്കെ വലിപ്പമുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് നോക്കാം. മമ്മോഗ്രാം എടുത്തു, ബയോപ്സി, ട്രൂ കട്ട് ബയോപ്സി അതൊക്കെ എടുത്തു. അവരുടെ നിർബന്ധം അത് ഓപ്പറേഷൻ ചെയ്യണം തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് തീരെ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, ഇത് ഹോർമോണിൻ്റെ ഇൻബാലൻസ് കൊണ്ട് വന്നതാണ്, നീ അത് വേറൊരു ഡോക്ടറെ മാറി കാണിച്ചാൽ ചിലപ്പം മാറ്റം വരുമെന്ന് പറഞ്ഞ് അശ്വിനി ഹോസ്പിറ്റലിൽ ഡോക്ടർ സാവിയോ സെബാസ്റ്റ്യൻ എന്ന ഡോക്ടറെ കാണിച്ചു. പുള്ളി ഹോർമോണിൻ്റെ ഇൻബാലൻസ് ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് മരുന്നും ട്രീറ്റ്മെൻറ്റും തുടങ്ങി. 3 മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടും വലിയ മാറ്റം വരുന്നില്ല. കുറച്ച് മാറ്റം വന്നു. അപ്പോൾ പിന്നെ ഞാൻ മറന്നു, കുട്ടിയുടെ പഠനം ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് അത് മറന്നു. പിന്നെ മറന്നപ്പോൾ ദൈവം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ പെയിനായി. അപ്പോൾ ഞാൻ വീണ്ടും ഈ സാവിയോ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു, അത് FNAC ചെയ്ത് കുത്തിവലിച്ച് കളയാൻ പറഞ്ഞു. അപ്പം മുഴുവനും മാറുന്നു പറഞ്ഞു. FNAC ചെയ്തിട്ടും 2.8 സെൻറ്റിമീറ്റർ അതവിടെ നിൽക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഈ മരുന്ന് ഒരു ഹോർമോൺ ഇൻബാലൻസിൻ്റെ മരുന്ന് കഴിച്ചിരുന്നു, വില കൂടുതലുള്ള മരുന്നാണ്. അപ്പോൾ ഇനി അത് മാറും തോന്നുന്നില്ല, കട്ടിയിട്ട് കിടക്കുക അതിൻ്റെ ഉള്ളിൽ. ട്യൂമറോ ക്യാൻസറോ അല്ല, ഫൈബ്രോസിസ്റ്റിക് സെല്ലാണ്, എന്നാലും അതവിടെ ഇരുന്ന പ്രശ്നമാണ്. അത് റിമൂവ് ചെയ്യണമെന്ന് രണ്ടാമത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു. റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കത്തി വയ്ക്കണ കാര്യമാണ്, കുട്ടി ചെറുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ പോകാൻ, പൈസ പോകണം നോക്കണ്ട, ദൂരം നോക്കണ്ട. അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഡോക്ടറെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ സഞ്ജു സിറിക് സാറിനെ കണ്ടു. പുള്ളിയും പറഞ്ഞു, ഇതിങ്ങനെ ഇടയ്ക്ക് വേദന വരും, വെള്ളം വരുമ്പോൾ കുത്തി വലിച്ച് കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ വേറെയിലേക്ക് കടക്കും, ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കൺസൾട്ട് ചെയ്യാൻ അവിടെ തന്നെയുള്ള ആനന്ദ് എബിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, സർജിക്കൽ ഓൺകോളജി, പുള്ളിയെ സജസ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് എന്താ നിർബന്ധം, ഇത് ഓപ്പറേഷൻ? എനിക്ക് നിർബന്ധമില്ല, സാറ് പറഞ്ഞ പോലെ ചെയ്യുന്നു, ഒരു 3 മാസം കഴിഞ്ഞ് വരൂ, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഈ 3 മാസം എന്നുള്ളത് മെയ് 9 അത് കൺസൾട്ട് ചെയ്തത്. ഞാൻ മെയ് 30 നമ്മുടെ കൊറോണയൊക്കെ കഴിഞ്ഞ സമയം ആദ്യത്തെ ധ്യാനം കോട്ടയം ക്രിസ്റ്റീൻ കളത്തിപ്പടിയിൽ സാബു ബ്രദറിൻ്റെ ധ്യാനത്തിന് പോകണമെന്ന് ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി വെച്ചു എനിക്കൊരു നല്ല നിർബന്ധം, ഇത് എൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹീലിംഗ് മേടിച്ചിട്ട് ഞാൻ പോവുള്ളൂ എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വെഡിങ് ആനിവേഴ്സറി 30 ആയിരുന്നു. വീട്ടിലല്ലായിരുന്നു, ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 15 വർഷമാണ്. അതൊന്നും വേണ്ടാന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെയാണ് കൂടിയത്. അപ്പോൾ ഈ 30 വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്ന ദിവസം ഒന്നും ആയിരുന്നില്ല. ഇങ്ങനെ പോകുമ്പോൾ ബ്രദർ വഴിയിൽ വെച്ച് ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് കുറച്ച് മാറ്റം കണ്ടു. പിറ്റേ ദിവസം വളരെ മാറ്റം അവിടെ കാണാനില്ല. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് അത് കാണാനില്ല. പിന്നീട് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോഴും എനിക്ക് വേറൊരു അവിടെ ഒന്നും കാണാനില്ല. ഒരു വലിപ്പമുണ്ടായിരുന്നു, 2.8 3 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ടായിരുന്നു, കാണാനില്ല. മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ സ്വർഗീയസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ആ വചനം എൻ്റെ മനസ്സിൽ വന്നു. ഏശയ്യ 59:1 പറയുന്നു, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച് ഇന്നലെ ലീവ് എടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, തൊട്ട് നോക്കുമ്പോൾ കാണാനൊന്നുമില്ല, അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ റിട്രീറ്റിന് പോയി. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുക, ഒന്നും സംഭവിക്കുക, എല്ലാം ഹീലായിട്ടുണ്ട്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി. കർത്താവ് ഈ സഹോദരിക്ക് നൽകിയ അത്ഭുത
രോഗസൗഖ്യത്തിന് നന്ദി പറയാം. കർത്താവ് എത്രയോ കാരുണ്യവാനാ. ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് സ്പർശിക്കും. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നന്ദി പറയാം.